CPM-മായി ബന്ധപ്പെട്ട് നമുക്കകത്തുണ്ടായ വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ എത്ര പേരുകളിൽ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ നടപടിയാണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞ ചില പേരുകളിൽ തന്നെ ഏത് നിലയിലേക്കാണ് പാർട്ടി കൈകാര്യം ചെയ്തത്, ഇവിടെയാണ് ചില ആളുകൾ ഇന്ന് നിൽക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ്. ഏത് പേരെടുത്ത് നോക്കിയാലും മനോരമയ്ക്ക് താല്പര്യമുണ്ട് എന്നെ കൊണ്ട് എല്ലാ പേരുകളും എടുത്ത് ചരിത്രം അത് വേണം നമുക്ക് മറ്റൊരു ഡിബേറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞു പോകാൻ പറ്റുന്ന. സമ്മതിക്കില്ല എന്ന പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷവും CPM നിലപാടെടുത്തിരുന്നോ? M. മുകേഷിനെതിരെ ആരോപണം വന്ന ശേഷം, പരാതി വന്നതിന് ശേഷം, അന്വേഷണം തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് നിലപാടെടുത്തിരുന്നോ? AK ശശീന്ദ്രന്റെ ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത് എന്നുള്ളത്. ആ ശബ്ദം കേട്ടതിന് ശേഷവും അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് CPM എടുത്തിരുന്നോ? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ഈ ചർച്ചയിൽ ആരെയും ഞാൻ മണ്ഡലത്തിൽ കാലുകുത്താനോ ഞാൻ എവിടെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിനെ ആ ആംഗിളിലേക്ക് ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും. ഞാൻ ഈ ചർച്ച മലയാള മനോരമയുടെ ചർച്ചയുടെ തുടക്കം മുതൽ എന്റെ ഏതെങ്കിലും പ്രയോഗത്തിൽ കാലുകുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ എവിടെ ആര് പോകണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. പ്രതിഷേധം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. എന്താ സംശയം? DYFIയുടെ